ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ മത്സരത്തെക്കുറിച്ചിട്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, മുംബൈ സിറ്റിയുമായിട്ടൊരു മത്സരം നമുക്കുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അതിൽ എതിരില്ലാത്ത ഒരു ഗോളിന് മുംബൈ സിറ്റി ജയിക്കുന്ന ഒരവസ്ഥയിൽ നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ മത്സരത്തെക്കുറിച്ചിട്ട് ഏതാനും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കതിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ടു SSB ടെക് വ്ലോഗ് ചാനൽ. നമുക്കെല്ലാവർക്കും അറിയാം, ആസ്മ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ എന്ന നിലയിൽ നിങ്ങളെല്ലാവരും പോയിട്ടുണ്ടാവുക. ഇനി അഥവാ കൊച്ചി സ്റ്റേഡിയത്തിൽ പോയി കളി കണ്ടവരും TV-യിൽ കളി കണ്ടവരും എങ്ങനെയാണോ നിങ്ങൾ കളി കണ്ടിട്ടുണ്ടാവുക, ആ കളി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്, അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻറ്റുമായുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്. ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു കളിയായിരുന്നു ATK മോഹൻ ബഗാനിനെ വെച്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ ആയിരുന്നു നമ്മളേവരും, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെല്ലാവരും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരമായിട്ടുള്ള മുംബൈ സിറ്റിയുമായുള്ള ഈ മത്സരം നമ്മൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഒരു എന്താ പറയുക, ഒരു കളി കണ്ട നിലയിൽ പറയുകയാണെങ്കിൽ, ഒരു KBFC ആരാധകൻ എന്ന നിലയിൽ പറയുകയാണെങ്കിൽ എവിടേക്കെയോ എന്തൊക്കെയോ ഉണ്ട് എന്നൊക്കെ സൂചിപ്പിച്ച ഒരു കളിയായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ, അതായത് മുംബൈ സിറ്റി മത്സരത്തിൽ നടന്നിട്ടുണ്ടായത്. നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞിരിക്കണോ എനിക്ക് ഓർമ്മയില്ല, എന്നാലും ഞാൻ കളി കണ്ട ടൈമിൽ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നൊരു ഇതാണ്. കാരണം മുംബൈ സിറ്റിയുമായിട്ടുള്ള മത്സരത്തിൽ പെരേര ഡയസ് ഗോളടിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഓന സെലിബ്രേഷൻ, നമ്മളെ ഫാൻസിൻ്റെ മുന്നിൽ വന്നിട്ടുള്ള ഒരു ഓന സെലിബ്രേഷൻ, അതൊക്കെ പേടിച്ചിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നിങ്ങളങ്ങനെ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലെങ്കിലും ഞാൻ കളി കണ്ടിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ആ ഓന സെലിബ്രേഷൻ എന്തായാലും കാണും. എൻ്റെ ഒപ്പം കളി കണ്ടിരുന്ന എൻ്റെ ഫ്രണ്ട്സും കസിൻസൊക്കെ പറഞ്ഞത് ഓൻ്റെ ആ ഓന സെലിബ്രേഷൻ എന്തായാലും ഉണ്ടാവും. പിന്നെ നിങ്ങളൊന്ന് ഓർക്കണം, മുംബൈ സിറ്റിയിലത്തെ പെരേര ഡയസ് എന്ന് പറയുന്ന ആ പ്ലെയർ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പോസ്റ്റിലേക്കാണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അജാതി സെലിബ്രേഷൻ നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു പേടി മനസ്സിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ഒരു വിങ്ങൽ പോലെ ഉണ്ടായിരുന്നു. പ്രതീക്ഷ തെറ്റിച്ചില്ല. കളിയുടെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പെനാൽറ്റി ലഭിക്കുകയാണ്. പെനാൽറ്റി അവർക്ക് ലഭിക്കുകയാണ്, നമുക്കല്ല, അവർക്ക് ലഭിക്കുകയാണ്. പെരേര ഡയസ് തട്ടിപ്പറിച്ചുകൊണ്ട് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ അടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പെനാൽറ്റി അടിക്കാനായിട്ട് വരികയാണ്. അദ്ദേഹം ആ പെനാൽറ്റി അടിക്കാൻ വരുമ്പോഴൊക്കെ നമ്മളെ ഉള്ളിൽ, അതായത് മനസ്സിലൊരു ഇമാജിനേഷൻ വരികയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഗോളടിക്കുന്നു, അദ്ദേഹം ആ ഓന സെലിബ്രേഷൻ ഇടുന്നു, ആ നാവൊക്കെ പുറത്തൊക്കെ ഇട്ട് കണ്ടുള്ള ഒരു ഓന സെലിബ്രേഷൻ അടിക്കുന്നു, നമ്മളെ ഫ്ലാഗ് അടിച്ച് പൊളിക്കുന്നു. ആ ഒരു മൈൻഡാണ് അദ്ദേഹം എന്താ പറയുക, ആ പെനാൽറ്റി അടിക്കാൻ വേണ്ടി ആ ബോൾ അവിടെ വെച്ച് അദ്ദേഹം തയ്യാറായി നിൽക്കുമ്പോൾ വരെ നമുക്കുണ്ടായിരുന്നത്. നമുക്കറിയാം, ആ പെനാൽറ്റി നിൽക്കുമ്പോൾ 99% അദ്ദേഹം അത് ഗോളാക്കുമെന്നുള്ള ഒരു പേടി നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഏത് ലൊട്ട ടീമേറ്റ് വന്നാലും, ഏത് സീസൺ എടുത്ത് വരികയാണെങ്കിലും കുറച്ചൊക്കെ പ്രതീക്ഷ എല്ലാ കളിയിലും നമുക്ക് ഉണ്ടാവാറുണ്ട്. അഥവാ നമ്മൾ അറിയാം, കളി തോറ്റു പോയാലും എവിടേക്കെയോ എന്തൊക്കെയോ ഒന്ന് പറയാൻ, ഒന്ന് ആശ്വസിക്കാൻ നമുക്ക് എന്തെങ്കിലും KBFC നമുക്ക് തരലുണ്ട് എന്ന് നമ്മൾ എല്ലാ കളിയിലും കണ്ടതാണ്. അത് തന്നെയായിരുന്നു ഈ കളിയിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യ പെനാൽറ്റി കിക്കടിക്കാൻ പെരേര ഡയാസ് വരികയും പെരേര ഡയാസിൻ്റെ പെനാൽറ്റി കിക്ക് KBFC കീപ്പറായിട്ടുള്ള പുതിയ കീപ്പർ തടുക്കുകയും ചെയ്തപ്പോൾ എന്താ പറയുക, ഒരു രോമാഞ്ചിഫിക്കേഷൻ എന്നൊക്കെ പറയില്ല, എന്തൊക്കെയോ ഒരു സന്തോഷം, എതിരില്ലാത്ത ഒരു സന്തോഷം അവിടെ കിട്ടിയ ഇതൊക്കെയാണ് നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഞാനിങ്ങനെ പറയാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, നമുക്കറിയാം പെരേര ഡയാസ് ഗോൾ അടിച്ചിട്ടുള്ള ടൈമിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഓന സെലിബ്രേഷന് എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് പെനാൽറ്റി അടിക്കുകയും അദ്ദേഹത്തിൻ്റെ ആ ഒരു സെലിബ്രേഷനാണ് നമ്മൾ മനസ്സിലൊക്കെ വരുന്നത്. ആ ടൈമിൽ പെരേര ഡയേഴ്സിൻ്റെ പെനാൽറ്റി കിക്ക് നമ്മളെ പുതിയ കീപ്പറായിട്ടുള്ള അദ്ദേഹം തടുക്കുകയും ചെയ്തപ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, എവിടേക്ക് ഒരു പ്രതീക്ഷ നൽകുന്നതായിരുന്നു. പക്ഷെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കളി അവർ ആധിപത്യം എടുത്ത പോലെ തന്നെയായിരുന്നു അവർ ജയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ
കഴിഞ്ഞ കളിയും ഈ കളിയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എവിടേക്കെയോ ഞാൻ പറഞ്ഞില്ല, എവിടേക്കെയോ എന്തൊക്കെയോ ഒരു പ്രതീക്ഷ നൽകുന്നൊരു കളിയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ കളി കണ്ട ഇപ്പം 2 കളി കഴിഞ്ഞു, 2 കളിയിലും നമ്മൾ തോൽക്കുന്നൊരവസ്ഥയും കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ വിലയിരുത്തിയ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ KBFCക്ക് ഒരു നല്ലൊരു സ്ട്രൈക്കറിനെ, നല്ലൊരു ഫിനിഷറിനെ കിട്ടുകയാണെങ്കിൽ, ഒരു അജ്സലോ എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ട്, ലാസ്റ്റ് മിനിറ്റിൽ ഒരു ഹെഡൊക്കെ അടിച്ച് പോസ്റ്റ് അടിക്കാൻ നോക്കിയെങ്കിൽ അത് ഗോളാവുന്ന ഒരു അവസ്ഥയൊന്നുമല്ല, പുറത്തേക്ക് പോകുന്നൊരവസ്ഥയാണ്. അദ്ദേഹത്തേക്ക് ഒന്നും കൂടി വാർത്തെടുക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫിനിഷറെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഞാൻ പറയുകയാണെങ്കിൽ 2 വിങ്ങിലൂടെ നമുക്ക് അറ്റാക്കിങ് ക്രോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഒരു പോസ്റ്റിലേക്ക് ഫിനിഷ് ചെയ്യാൻ നമുക്കൊരു താരത്തെ അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. വിക്ടറൊക്കെ അവിടെ നല്ലപോലെ ഉണ്ടെങ്കിൽ പോലും മൂപ്പർക്കൊന്നും അത് എന്താ പറയുക, ഒരു കിട്ടാത്തൊരവസ്ഥ നമ്മളവിടെ കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്കിതിൽ നിന്ന് പറയാനുള്ളത്. ഏതിരുന്നാലും 2 കളി കഴിഞ്ഞു, തോറ്റു. എല്ലാവരും റീൽസിലൊക്കെ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്കൊക്കെ നിർത്തിപ്പോയിക്കൂടെ, ഉളുപ്പുണ്ട് ഈ ടീമിൻ്റെ ഒപ്പം നിൽക്കാൻ എന്നൊക്കെ പലരും പറയും, കളിയാക്കും. ഇതൊക്കെ എപ്പോഴും ISL കാണുന്നുണ്ടോ, ഇതൊക്കെ എപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കേരളത്തിൻ്റെ കളി കാണലുണ്ടോ, എനിക്കൊന്നും നാണമില്ല, എനിക്കൊന്നും കിട്ടിയത് പോരെ, എപ്പോഴും തോൽക്കുക എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയില്ല, ഈ ടീം ഉള്ളിൽ ലയിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കേരളത്തിൻ്റെ കളി ഉണ്ട് എന്ന് പറയുമ്പോൾ, കേരളത്തിൻ്റെ കളി 7:30 ഉണ്ട്, കേരളത്തിൻ്റെ കളി 5 മണിക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയില്ല, ആ ടൈം എത്തുമ്പോൾ ആ കളി കാണാനായിട്ട് തോന്നുകയാണ്, കളി കാണുകയാണ്, ആ ടീമിൻ്റെ കൂടെ നിൽക്കുകയാണ്. പിന്നെ ആകെപ്പാടെ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ തോറ്റ് എപ്പോഴും തോൽക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു തോറ്റീൻ്റെ ഒരു സങ്കടപ്പം ഞങ്ങൾക്കില്ല. ഐ മീൻ ഒരു എന്താ പറയുക, നമ്മളുണ്ടല്ലോ ഒരു കളിയൊക്കെ തോറ്റാൽ ഭയങ്കര ഡിപ്രഷനായിട്ട് എടുക്കുക, ഇങ്ങനെ കരയുക, അതൊന്നുമില്ല. സാധാ തോറ്റാൽ തോറ്റു, ജയിച്ചാൽ ജയിച്ചു, ആ ഒരു ഇതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. അതൊക്കെ മാത്രമല്ല, ഏതൊരു KBFC ആരാധകനും അത് തന്നെയാണ്. പിന്നെ ഒരാൾ ഒരു റീൽ ഞാൻ കണ്ടു, നീയൊക്കെ എന്തെങ്കിലും കപ്പെടുക്കുമോ എന്ന ചോദ്യത്തിന് ഞാൻ പറയാണ്, എനിക്ക് ഷൈജു ദാമോദരൻ്റെ ഒരു കമൻട്രിയാണ് ഇവിടെ ഓർമ്മ വരുന്നത്, അതിനവിടെ പറയാണ്. അതും കൂടിയും പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു 2 കമൻട്രി ഉണ്ട്, അതും വേണമെങ്കിൽ പറഞ്ഞിട്ട് നമുക്കിവിടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാം. ISL കാലം ഉള്ളിടത്തോളം കാലം, കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീം ഉള്ളിടത്തോളം കാലം ഞങ്ങൾ ഈ ടീമിൻ്റെ കൂടെ ഉണ്ടാകും, ഞങ്ങൾ ഈ ടീമിൻ്റെ കൂടെ ഉറച്ചു നിൽക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കമൻട്രി. രണ്ടാമത്തെ കമൻട്രി ഏറ്റവും ഏതൊരു KBFC ആരാധകൻ്റെ മനസ്സിൽ ഉള്ളിൽ വെച്ചൊരു കമൻട്രിയാണ്. 100 പൂക്കളെ ചതച്ചരച്ച കാലമേ വീയുകില്ല ഈ മഞ്ഞപ്പൂക്കൾ. അതിന് എനിക്ക് പറയാനുള്ളത്, തോറ്റാലും ജയിച്ചാലും കുഴപ്പമില്ല, എന്നും ഈ മഞ്ഞപ്പടയുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ ഈ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്ത മാച്ച് എന്ന് പറയുന്നത് ഇൻ്റർ കാശി എന്ന് പറയുന്ന ഒരു ടീമാണ്. ISLലെ ആ ടീമിൻ്റെ ആദ്യത്തെ മാച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അതായത് അടുത്ത മാച്ച് ഇൻ്റർ കാശിയുമായിട്ടാണ്. അതിൽ ജയിക്കട്ടെ എന്ന വിശ്വാസത്തോടെ ഞാൻ വീഡിയോ അവസാനിക്കുകയാണ്. ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.